അത് പറഞ്ഞേ പേരറിയണ്ടെങ്കിൽ ഞാൻ പേര് സംബോധന ചെയ്യണം അല്ലേ മര്യാദയ്ക്ക്. ഞാൻ നിങ്ങൾ മുമ്പ് ചെറുപ്പത്തിലൊക്കെ മുമ്പിൽ നടക്കും, ഞാൻ ഇങ്ങനത്തെ ചെയ്ത് നടന്നിട്ടില്ല, ഇങ്ങനത്തെ വാക്കുകൾ തമ്മിൽ തമ്മിൽ താഴ്ത്തിയും പറഞ്ഞിട്ടില്ല പൊക്കിയും പറഞ്ഞിട്ടില്ല. പൂർണ്ണ അറിവോടെ അല്ലാണെന്ന് പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കുക. അല്ലാണെന്ന് എന്തെന്നില്ല. ഏത് ഹിന്ദി ഗുണ്ടുകളും ഷോർട്സ് മലയാളികളും മലയാളം അറിയണവർ ഇത് പറയുമോ? ഇവരില്ല. ആൻറ്റി ക്രൈസ്റ്റ് ഷോർട്സ് അവസ്ഥയിൽ മുഴുകി നടക്കണവർ. അപ്പോൾ പേര് അറിയണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയില്ല, നിങ്ങൾ സംസാരിക്കില്ല. അപ്പോൾ ചോദിക്കാൻ വരുമ്പോഴേക്കും പേരുള്ളത് പേര് സംസാരിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ഈ വാക്കിന് തിരിച്ച് കിട്ടും വെച്ചാൽ ഞാൻ പറയാറില്ലേ. അപ്പോൾ ഞാൻ പറയാണ്ട് അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് തിരിച്ച് സംരക്ഷണം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഞങ്ങളെ കണ്ണിലും എവിടെ കൊള്ളണ്ടെന്ന് വെച്ചാൽ കൊള്ള തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ താഴെ ഹിന്ദിക്കാർ നടക്കണ്ടോ, ഞാൻ പറയാനുള്ള ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞില്ല. ഹിന്ദിക്കാർ പറയൂ ഈസി ആർ ഗ്രേറ്റ് പേഴ്സൺ, ഫണി പേഴ്സൺ, സക്സസ്ഫുള്ളി ടീക്ക എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവിടെ സ്റ്റേറ്റ് ബാങ്കും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് ജോലി 30 വയസ്സ് കഴിഞ്ഞിട്ടല്ല പോണേ. അപ്പോൾ അവർ പോകുന്നത് ഹിന്ദി പറയണം. അപ്പോൾ ഇവിടെ കൊങ്കണി പോർച്ചുഗീസ് ഇംഗ്ലീഷും രീതിയിലും വാക്കുകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പറയുമ്പോൾ അത് ഹിന്ദി പറയിപ്പിക്കില്ല അവർ. അപ്പോൾ അങ്ങനത്തെ കുറേ ഹിന്ദി ഞാൻ പറയണല്ലേ. അപ്പോൾ ഇവിടെ ഭാര്യയും ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കേണ്ട അവർ അമ്മയും അപ്പനും മോനും തമ്മിൽ വെട്ടിത്തം പറയണ്ട. ഞാൻ എന്ത് ചിന്തിക്കാനാണ്, ഞാൻ ഗൗണിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ എനിക്ക് കൊള്ളണല്ലേ ഈ ദേഷ്യം വരാനുള്ള ഇറിറ്റേഷൻ വന്നിട്ടല്ല പറയണേ. അപ്പോൾ വ്യത്യാസമുണ്ട്, എല്ലാം പറയണേ വ്യത്യാസം നോക്കാം. അല്ലാണ്ട് വേറെ വെഡ്ഡിനെ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തിനാ വെഡ്ഡികളെ സ്വപ്നം കാണുന്നത്? എന്തിനാ നിങ്ങൾ തമ്മിൽ കുഴിയിൽ ചാടിക്കുക? തമ്മിൽ എന്താ വ്യത്യാസം പറയുന്നത്? തമ്മിൽ കുഴിയിൽ ചാടിക്കുക. റെസ്പെക്റ്റ് ഇല്ല തമ്മിൽ. ഭാര്യ ഭർത്താവിന് കൂട്ടുകാർ ചാണകമോന്തിയാണ് കുരുട്ടുമാണ് തമ്മിൽ കുഴിയിൽ ചാടിക്കുക. ഈ ജീവനില്ലാത്ത ആരാധിച്ച് പറഞ്ഞ് ചെയ്ത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. മൂട്ടിന്ന് വിടാൻ സെയിം